നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചാൽ പൂഞ്ഞാർ മാത്രമല്ല കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ സമൂല മാറ്റം വരുത്തുന്ന നിരവധി പദ്ധതികളുടെ ഒരു പ്രകടനമായിരിക്കും അടുത്ത 5 വർഷം ഉണ്ടാകുന്നതെന്നും 5 വർഷം കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിമറിക്കുന്ന ചിത്രത്തിൽ കുഞ്ഞാറും ഉണ്ടാവും. ഓക്കെ. ഓൾട്ടർനേറ്റീവ് മെക്കാനിസം പഴവർഗ കൃഷികളിലൂടെയും വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളിലൂടെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആ പദ്ധതിയിലൂടെ നമുക്ക് ഒരുപാട് പേർക്ക് നമ്മൾ അന്ന് കാരുണ്യ ബെനവലന്റ് പദ്ധതിയിലൂടെ പാവങ്ങൾക്ക് നമ്മൾ സഹായം എത്തിച്ചു. ആ പാവങ്ങൾക്ക് സഹായം എത്തിച്ച് നമ്മൾ കേരളത്തെ ആകെ സാമ്പത്തികമായി ഉണ്ടാക്കുവാൻ സാധിച്ചത്. ഇതാ നമ്മൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ 25 ലക്ഷം രൂപ ഇതേ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ നമ്മൾ ഇതേ ഒരു പദ്ധതി നമ്മൾ കേരളത്തിൽ നടപ്പാക്കുകയും. നല്ലവരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കഴിഞ്ഞ 10 വർഷം ഭരിച്ച് ഗവൺമെന്റ് സാമ്പത്തിക അടിത്തറ തകർത്തു. ഒരു ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പ്രോസസ്സാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ ഭരണം എന്ന് പറയുന്നത്. അത് വരുമാന വർധനവുണ്ടാകണം. മാന്യതയുള്ള ഒരു ജനസമൂഹത്തെ ഒരു കാരണവശാലും പുല്ലഭ്യം പറയുന്ന ഒരു MLA ആയിരിക്കില്ല എന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ എന്നെ ഓർത്ത് തല കുനിക്കേണ്ടി വരില്ല എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ചെറുതായിട്ട് സൂചിപ്പിച്ച് നിർത്തുകയാണ്. എങ്ങനെ സാമ്പത്തിക മേഖലയെ പുനർജീവിപ്പിക്കും? 5 കർമ്മ പദ്ധതി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപ, അതോടൊപ്പം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ. ഇത് കർണാടക, തെലങ്കാന കോൺഗ്രസ് സർക്കാരുകൾ അവിടെ ഭംഗിയായി നടത്തി വിജയിപ്പിച്ച സാമ്പത്തിക രംഗത്തെ പുനർജീവിപ്പിച്ച പദ്ധതികളാണ്. ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ നിയോജക മണ്ഡലത്തിന്റെ മുഖചിത്രം മാറ്റുന്ന ടൂറിസം വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ഓട്ടോറിക്ഷക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഹോട്ടലുകാർ എന്ന് വേണ്ട നിരവധിയായ ആളുകൾക്ക് വരുമാന വർധന ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിത നിലവാരം ഉയർത്തുന്നതാണ് പോളിറ്റിക്സ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം. അതിനകത്ത് BJP-ക്കാർക്കും CPM-മാർക്കും എല്ലാവർക്കും പ്രയോജനം കിട്ടും. അവർ എല്ലാം മനുഷ്യരാണ്, അവരും ജീവിക്കേണ്ടവരാണ്. ആ കാഴ്ചപ്പാട് തന്നെ വേണം നമുക്ക്. അതിൻ്റെ അകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തവണ ഇടതു മുന്നണിക്ക് ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണം. കഴുത്തെ കയറ് കെട്ടിയിട്ട് കിണറ്റിലേക്ക് ചാടുന്നവന്റെ അവസ്ഥയാണ്. തികച്ചും ഞാൻ പറഞ്ഞേക്കാം, കയറ് കെട്ടി അവൻ അതിൻ്റെ അകത്തുനിന്ന് പോയാൽ പിന്നെ മരിക്കണമെന്ന് ഓർത്ത്, വെള്ളത്തിൽ പോയാലും മരിക്കണമെന്ന് ഓർത്ത് ചാടുന്നവന്റെ അവസ്ഥയാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്. ഇടതുപക്ഷ അനുയായികൾ തന്നെ 100 കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടില്ല, എന്റെ പൊന്ന് സഹിച്ചേട്ട, ജീവിതത്തിൽ ഇനി യുവമാർക്ക് ഞാൻ വോട്ട് ചെയ്യത്തില്ല. കൈ അല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷയില്ല. ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, അല്ലാതെ ഒരുപാട് കക്കാനും മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും അല്ല. നേതാക്കന്മാർ ഏറ്റവും സിമ്പിൾ ആയിട്ട് ജീവിക്കണം, അത് ആദ്യം മനസ്സിലാക്കണം. 40 ഇന്നോവയുടെ അകമ്പടിയോട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി നടക്കുന്ന. അതിന്റെ ആവശ്യങ്ങളുള്ളൂ. നികുതി പണം മേടിച്ച് തോന്നിവാസം കാണിക്കാൻ പാടില്ല. മുഖ്യമന്ത്രി ആണേലും മന്ത്രിമാരാണേലും ഞാനാണേലും അത് തന്നെയാണ്. ഞാൻ 10 വർഷം ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. എന്റെ 24 വയസ്സിൽ ഏറ്റവും ഭംഗിയായ സുസ്ഥിര വികസനം നടപ്പാക്കി ആ പഞ്ചായത്ത് ഇന്നും UDF ഭരിക്കുക. അത് എന്റെ മെച്ചം കൊണ്ടല്ല, ആ നാട്ടിലെ ജനങ്ങൾക്ക് വലിയൊരു വിശ്വാസം വന്നു. എന്ന് പറഞ്ഞതുപോലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ സമൂലമായ മാറ്റം, അതോടൊപ്പം കേരളത്തിൽ ടൂറിസം ഉൾപ്പെടെ ഭക്ഷ്യ സംസ്കരണം ഉൾപ്പെടെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എന്താണ് എന്ന് ആര് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പറയുവാനുള്ള ആർജവം, അറിവ്, പ്രാപ്തി, എക്സ്പീരിയൻസ് എല്ലാം എന്നിലുണ്ട്. നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചാൽ പൂഞ്ഞാർ മാത്രമല്ല കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ സമൂല മാറ്റം വരുത്തുന്ന നിരവധി പദ്ധതികളുടെ ഒരു പ്രകടനമായിരിക്കും അടുത്ത 5 വർഷം ഉണ്ടാകുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൈച്ചിഹ്നത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി പ്രതിജ്ഞ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
ഈ നാട്ടിലെ നല്ലവരായ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയങ്കരനായ സമാസിദ്ധി ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. എണ്ണിക്കായ വഴിത്താറുകളിൽ നൂറുകണക്കിന് ജനാധിപത്യ വിശ്വാസികൾ അർപ്പിച്ച സ്നേഹ ആദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൂഞ്ഞാറിന്റെ ജനനായകൻ അഡ്വക്കേറ്റ് സമാസിദ്ധി. ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം ജെ സജി ജോസഫ് എന്ന ഞാൻ എന്താണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി ഉയർത്തപ്പെട്ടാൽ ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ല. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം തീയിട്ട് നശിപ്പിച്ചു പോയ സാഹചര്യമാണ്. എന്തിനാണ് തീയിട്ടത് എന്ന് ചോദിച്ച് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. അത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിനും ജനത്തിനും അറിയാം. പക്ഷേ ആ തീയിട്ട് നശിപ്പിച്ച സാമ്പത്തിക രംഗത്തെ എങ്ങനെ പുനർജീവിപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ കർമ്മ പദ്ധതി. ആ കർമ്മ പദ്ധതി അനുസരിച്ച് തീർച്ചയായും നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഏന്തയാർ മേഖല ഉൾപ്പെടുന്ന വാഗമൺ ഉൾപ്പെടുന്ന ഈ വെസ്റ്റേൺ ഗഡിൻ്റെ ഏരിയ എല്ലാം അതിമനോഹരമായ ടൂറിസം ഡെസ്റ്റിനേഷനും അതോടൊപ്പം കാർഷിക രംഗത്തെ വിലയിടിവ് മൂലം റബ്ബർ കൃഷിയിൽ ആദായമില്ലാതെ നട്ടം തിരിയുന്ന കർഷകരുമാണ്. തീർച്ചയായും ഈ കർഷകർക്കൊരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസം പഴവർഗ്ഗ കൃഷികളിലൂടെയും വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളിലൂടെയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള ചെറു കോട്ടേജുകളെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുവാനുള്ള പ്രത്യേകമായ നിയമനിർമ്മാണങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുകിട സംരംഭങ്ങൾക്ക് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ലോൺ അത് ധാരാളം മതിയാകും ഒരു ചെറുകിട കോട്ടേജ് ചെയ്യുന്നതിനുള്ളത്. തീർച്ചയായും ആ ലെവലിലുള്ള കാർഷിക രംഗത്തെയും ടൂറിസം രംഗത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആയിരിക്കും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടുത്തെ പല റോഡുകളും ഏന്തയാർ കുട്ടിക്കൽ ഉൾപ്പെടെയുള്ള റോഡുകൾ കൈപ്പള്ളി റോഡുകൾ പൂർണ്ണമായും തകർന്നു കിടക്കുക. ആ വാഗമൺ റോഡ് ഈ 2-3 റോഡുകൾ ആദ്യത്തെ പ്രയോറിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അധിവസിക്കുന്ന സംഗതിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ആ റോഡുകളൊക്കെ തീർത്തിരിക്കും. അതിന് യാതൊരു സംശയമില്ല. വെറുതെ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നത് പോലെ അല്ല ഇത്. ഞാൻ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് 24 വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ആളാണ്. എങ്ങനെ ഒരു പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും എങ്ങനെ വിഷൻ ചെയ്യണമെന്നും എങ്ങനെ അതിൻ്റെ പ്ലാൻ ഇംപ്ലിമെന്റേഷനിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയം പറയും. ഞാൻ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ പുതുപുത്തൻ ടെക്നോളജിയുടെയും പുതുപുത്തൻ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും കാര്യമായിരിക്കും എനിക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം യുവജനങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം യുവജനങ്ങളുടെ ബ്രെയിൻ ട്രെയിൻ പദ്ധതി. ഇവിടുന്ന് മുഴുവൻ യുവജനങ്ങളും നാട് വിട്ടുപോയി. പക്ഷേ ആ നാട് വിട്ട യുവജനങ്ങളെ തിരിച്ച് ഇവിടെ നിലനിർത്താൻ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇൻകം ജനറേറ്റിംഗ് സ്കീംസ് ഓരോ കുടുംബങ്ങൾക്കും ഗുണം കിട്ടുന്ന സ്കീം ഉണ്ടാകും. 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ അതോടൊപ്പം തന്നെ ഈ മേഖലയുടെ വെസ്റ്റേൺ ഗഡ് ഉൾപ്പെടുന്ന ഈ ഇടുക്കി മേഖലയുടെ സാമ്പത്തിക സ്ഥിതി തികച്ചും വ്യത്യസ്തമായി ഇന്നുള്ളതിൻ്റെ ഇരട്ടി വരുമാനം ജനങ്ങൾക്കും അതോടൊപ്പം അതിൻ്റെ ഇരട്ടി ടാക്സ് ഗവൺമെൻറ്റിലും ഉണ്ടാകും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും നാളുകളിൽ ജനങ്ങളുടെ പുരോഗതിയെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അങ്ങനെയുള്ള ജനപ്രതിനിധികൾ വന്നെങ്കിൽ മാത്രമേ നാടിന് ഗുണം കിട്ടുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. തീർച്ചയായും അപ്പോൾ ടീം UDF ആയി മത്സരിക്കുന്ന ആ ടീം UDFിൻ്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അതോടൊപ്പം UDFിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു മാറ്റം ആവശ്യമാണ്. മാറ്റമില്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനം ഇല്ലായ്മയിലേക്ക് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കും. പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥിനികൾ ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വലിയ ഒരു പദ്ധതിയാണ് വനിതകൾക്കുള്ള സൗജന്യ ബസ് യാത്ര. അതോടൊപ്പം 1000 രൂപ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്റ്റൈഫൻഡ്. അങ്ങനെ വിദ്യാർത്ഥികളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും വരാൻ പോകുന്ന.
ആ ഗവൺമെന്റിന്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ കൈ അടയാളത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയങ്കരനായ സമാജ് നിധി ഈ വാഹനത്തിലെ കൂട്ടുപിന്നാലെ കടന്നു വരികയാണ്. വഴിത്താറുകളും നൂറുകണക്കിന് ജനാധിപത്യ വിശ്വാസികൾ എത്തിച്ച സ്നേഹ ആദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൂഞ്ഞാറിന്റെ ജനനായകൻ അഡ്വക്കേറ്റ് സമാജ്